അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏത് സമയത്തും പടച്ചതമ്പുരാൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് എല്ലാവരെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാത്തൊരു ജീവിതമുണ്ട് എന്ന് ബോധ്യമുള്ളവരാണ്. പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് അധികം ആളുകളും ആ സംഭവത്തിലേക്ക് അടുക്കുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ ആ മരണവുമായി ബന്ധപ്പെടുന്ന അടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ആ മരണം ശരിയായ രൂപത്തിലാവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുക തന്നെ വേണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ബോധ്യം നമുക്ക് ഏത് സന്ദർഭങ്ങളിലും ഉണ്ടാവണം. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ വളരെ കർശനമായിട്ട് അംഗീകരിച്ചെങ്കിൽ നാളത്തെ നമ്മുടെ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആയിത്തീരുകയുള്ളൂ എന്നുള്ളതാണ്. ഖുർആൻ നമ്മോട് പറയണം, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക. വ അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. വ അസ്ലിമു, നിങ്ങൾ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായിട്ട്. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ശിക്ഷകളും ഏത് രൂപത്തിൽ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ ആയത്തിൽ കൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിന് മുമ്പായി, അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുന്നതിന് മുമ്പായി നിങ്ങൾ അള്ളാഹുവിലേക്ക് മുസ്ലിമായി കീഴ്പ്പെട്ടുകൊണ്ട് മടങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ അംഗീകാരത്തിന് ശരിയായിട്ടുള്ള ഒരു മാർഗം ലഭിക്കുവാനുള്ള പശ്ചാത്താപ മുഖത്തോടു കൂടി നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക. എന്നാൽ അള്ളാഹു തആലയുടെ നിർദ്ദേശം വെക്കുന്നത് അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് എന്നാണ്. സുമ്മ ലാ തുൻസറുൻ, പിന്നെ സഹായിക്കപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരാൾക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നോക്ക്, നിങ്ങൾ മനുഷ്യന്മാർ എല്ലാവരും ഒരു ശിക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പരീക്ഷണമല്ല. ഈ കൊറോണ എന്ന് പറയുന്ന ഈ രോഗം അങ്ങേയറ്റത്തൊരു ശിക്ഷയായിക്കൊണ്ട് നമ്മൾ കരുതുക തന്നെ വേണം. ആളുകൾ ഭയപ്പെടുകയാണ്, ആളുകൾ അടുത്തേക്ക് അടുക്കാൻ ഭയപ്പെടുകയാണ്, ഒന്ന് കൈ പിടിക്കാൻ വേണ്ടി ഭയപ്പെടുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാമികമായ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ നിലക്കും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയായിക്കൊണ്ട് നമ്മൾ കണക്കാക്കണം. ശിക്ഷയായി കണക്കാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഗൗരവമേറിയിട്ടുള്ള ഒരു തുടച്ചു നീക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പടച്ചതമ്പുരാൻ്റെ അടുക്കലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചും മരിക്കുന്ന സമയത്ത് വളരെ സുഖമായി ലാ ഇലാഹ ഇല്ലല്ലാ സ്വന്തം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തുണ്ടോ എങ്കിൽ അത് മാത്രം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടണം എന്നുള്ളതാണ്. വത്തബഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ. വേറെ ആയത്തിൽ പറയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. ഫഅഖദഹുമുല്ലാഹു ബഗ്തതൻ, പെട്ടെന്ന് അള്ളാഹു തആല പിടിക്കാൻ സാധ്യതയുണ്ട്. അതും സംഭവിച്ചു കഴിഞ്ഞാൽ അൻതും ലാ തുൻസറൂൻ, നിങ്ങൾ അവിടെയും പിന്നെ ആരെയും അത് വന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തആല വേറൊരുത്തന് സഹായം ആ ശിക്ഷയിൽ നിന്ന്, അള്ളാഹിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭയത്തോടു കൂടി നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരലോക ചിന്തയോടുകൂടി, എനിക്കൊരു ഖബറുണ്ട് എന്നുള്ള പേടിയോടുകൂടി, ഖബർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെയധികം ഭയപ്പെടുന്ന ഒരു സംഭവമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ബർസഖിയായ ലോകം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് നടക്കുക എന്ന് പറയാൻ പറ്റില്ല.
ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഈ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ 4-5 മണിക്കൂറുകൾക്ക് ശേഷം ബർസഖിയായ ഖബർ ജീവിതത്തിലേക്ക് ആ മനുഷ്യൻ ചെല്ലുക തന്നെ ചെയ്യും. ആ ഖബറാണ് ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളെ 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് കുളിപ്പിച്ച് നിസ്കരിച്ച് കൊണ്ടുപോയി മറവ് ചെയ്യുന്ന ഖബർ, ആ ഖബറിൻ്റെ അപ്പുറത്തൊരു ബർസഖിയായ ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അയാളുടെ ജീവൻ ഏതവസ്ഥയിലാണോ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതത്തിനാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. ബർസഖിയായ ലോകം എന്ന് പറയുന്നത് 2 അവസ്ഥയിൽ മനുഷ്യൻ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുള്ള റഹ്മത്ത് ബർക്കത്തുകൾ ലഭിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്താൽ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വിരിപ്പിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. നേരെ മറിച്ച് മറ്റൊരു ഹതഭാഗ്യനുണ്ട്. ആ മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും അയാൾക്ക് അവസാനമായി കിടക്കാൻ പോകുന്ന ആ അള്ളാന്റെ ശിക്ഷയാകുന്ന നരകം രാവിലെയും വൈകുന്നേരവും കണ്ടുകൊണ്ട് ബേജാറായി വെപ്രാളപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. മാത്രമല്ല, ഖബറിൽ നരകം ഉറപ്പുള്ള മനുഷ്യന്മാർക്ക് ഖബർ ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖബർ ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയില്ല. അവിടെയും നമ്മളെ ആരും സഹായിക്കാൻ ഉണ്ടാവുകയില്ല. അവിടേക്കൊക്കെയുള്ള സഹായി ആരാന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ മരിക്കുന്നതിന് മുമ്പായി ജീവിതത്തിൽ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുമ്പം ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ഇത് സത്യവിശ്വാസികളെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മുഅ്മിനായ പുരുഷനും സ്ത്രീക്കും ശരിയാവുകയില്ല. എന്ത് ശരിയാവുകയില്ല? അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് നമുക്ക് ഗുണമുള്ളൊരു കാര്യം തിരഞ്ഞെടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നമുക്ക് ഗുണമുള്ളൊരു കൽപ്പന നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ അതാണ് വമൻ യഅസില്ലാഹു റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കൽ. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചു കഴിഞ്ഞാൽ വമൻ യഅസില്ലാഹു റസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ് ഈ വ്യക്തമായ വഴികേട്? ആ വ്യക്തമായ വഴികേട് എന്ന് പറഞ്ഞാൽ മരണത്തോടു കൂടി അവനത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നരകമാണ് ആ മനുഷ്യന് വിധിക്കപ്പെട്ടതെങ്കിൽ അവൻ്റെ കർമ്മഫലം പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട രൂപത്തിലല്ലെങ്കിൽ ആ മനുഷ്യനെ നാളെ അള്ളാഹുവിൻ്റെ നരകം വിഴുങ്ങും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു രൂപം അവൻ മരണത്തോടു കൂടി അവൻ അനുഭവിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് മരണം നടപ്പിലാക്കുന്ന മലക്കളിൽ നിന്ന് അവന് വളരെ മോശമായ വാർത്തകൾ കേട്ടുകൊണ്ട് മരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചു എന്നുള്ള കാരണത്താൽ ആ മനുഷ്യന് പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അള്ളാഹു തആല നിനക്ക് തരാമെന്ന് പറഞ്ഞ കരാറ് ചെയ്തിട്ടുള്ള സ്വർഗം നിനക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് മരിക്കുന്ന ആളുകളുമുണ്ട്. അള്ളാഹു ആ രൂപത്തിൽ നമ്മളെ കാക്കി തീർക്കുമാറാവട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏതൊരു വിഷയത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പന, ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്തുണ്ട്? നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ, ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ട എന്താണ് അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും ഇവിടെയുള്ള എനിക്കുള്ള നിയമം? ഞാനൊരു മുഅ്മിനായ പെണ്ണാണ്, ഒരു മുഅ്മിനായ പുരുഷനാണ്. ഇവിടെ എന്താണ് റസൂലുള്ള എന്നോട് ചെയ്യാൻ പറഞ്ഞത്? എന്താണ് പ്രവർത്തിക്കാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനയുള്ളത്? അള്ളാഹിൻ്റെ കൽപ്പന എന്താണ്? അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, പശ്ചാത്തപിച്ച് മടങ്ങുന്ന, മുസ്ലിം ആകുന്ന, കീഴ്പ്പെടുന്ന രൂപം നമുക്കുണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അള്ളാഹിൻ്റെ ശിക്ഷ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഖബറിൽ തന്നെ നോക്ക് നിങ്ങൾ, ചോദ്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അയാൾക്ക് വേണ്ടിയിട്ട് ആളുകൾ നമസ്കരിച്ച് മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ച് തസ്ബീത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ താങ്ങിയിരുത്തിക്കൊണ്ട് ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണ്? നിന്റെ റബ്ബാണ് എന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇത് നിസ്സാരമല്ല.
3-4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ 4 രൂപത്തിൽ അവൻ്റെ കയ്യിലുണ്ടാവണം. ഒന്ന്, പരിശുദ്ധ ഖുർആൻ ഒരു സത്യവിശ്വാസി വായിച്ചുകൊണ്ടേയിരിക്കണം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒഴിവ് കിട്ടുമ്പം എന്നല്ല, ഒഴിവുണ്ടാക്കിയിട്ട് പരിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്തുനിന്ന് ഒരു തലക്കെന്ന് വായിക്കുന്ന, അടയാളം വെച്ച് വായിക്കുന്ന ഒരു സമ്പ്രദായം സത്യവിശ്വാസിക്കുണ്ടാവണം. അത് പ്രത്യേകമായി വായിക്കേണ്ട ആയത്തുകളുണ്ട്, പ്രത്യേകമായി വായിക്കേണ്ട സൂറത്തുകളുണ്ട്. ഇതൊക്കെ വേറെയും വായിക്കണം. ഒരു തലക്കെന്ന് നമ്മൾ അടയാളം വെച്ചുകൊണ്ട് കഴിയുന്നത് വായിച്ചൊരു വട്ടം പൂർത്തിയായാൽ പിന്നെയും അത് ആദ്യം മുതൽക്ക് നമ്മൾ തുടങ്ങുന്ന ഒരു സമ്പ്രദായം, നല്ലൊരു സമ്പ്രദായം നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ ഒന്ന്, ഖബറിലെ ചോദ്യങ്ങൾക്ക് രക്ഷയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ വായിക്കൽ തന്നെയാണ്, മനസ്സിലാക്കി വായിക്കൽ തന്നെ. മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വരെ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിച്ചിട്ടാണ് പലരും മുസ്ലിം ആയത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ വായിക്കുക എന്നുള്ളത് പരിശുദ്ധ നമ്മളെ അള്ളാഹിൻ്റെ ഖബറിൽ നിന്ന്, നമ്മുടെ ഖബറിൽ നിന്ന് രക്ഷയ്ക്കുള്ളൊരു മാർഗമാണ്. പിന്നെ മറ്റൊരു കാര്യം, പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തണം. നമുക്ക് ഏറ്റവും കൂടുതൽ പകർത്താനുള്ളത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ നമ്മളിൽ ഉണ്ടാവണം. എന്താണ് എന്നോട് ഖുർആൻ പറഞ്ഞത്? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചത് എൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി? അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ആളുകൾ ആ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. അതുപോലെ തന്നെ ഈ പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്ന ആളുകൾ അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. കൂടുതൽ കൂടുതൽ അത് പഠിക്കാൻ അത് സമയം കണ്ടെത്തണം. ആ പഠിച്ചത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവണം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഒഴിച്ചുകൂടാത്ത സംഭവങ്ങളുണ്ട്. ഇത് കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ അടുക്കൽ ഈ സ്വഭാവമുണ്ടോ? നമ്മുടെ അടുക്കൽ ഈ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണോ? ഇന്ന് ഞാൻ എത്ര ഖുർആൻ വായിച്ചു? ഇന്ന് ഞാൻ രാത്രി എത്ര പ്രാവശ്യം വായിച്ചു? പരിശുദ്ധ ഖുർആന്റെ അൽ ബഖറയിൽ നിന്ന് എന്നും വീടുകൾ വെച്ച് വായിക്കാൻ പ്രവാചകന്റെ കൽപ്പനയുണ്ട്. പിശാചിനെ അകറ്റുവാൻ വേണ്ടി, പൈശാചികമായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഓതുക, കഴിയുന്നത് ഓതിയാൽ മതി. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് എന്നും ഓതേണ്ടതാണ്. ലില്ലാഹി മാഫിസ് ആമന റസൂൽ തുടങ്ങിയിട്ടുള്ള അവസാനത്തെ ആയത്തുകൾ ഓതൽ ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ ആൽ ഇംറാനിലെ അവസാനത്തെ 190 മുതൽ 200 വരെ ആയത്തുകൾ നിത്യവും അവൻ വായിക്കേണ്ടതാണ്. എന്തിനേറെ പറയുന്നു സൂറത്തുൽ മുൽക്ക്. ഇതൊരു സത്യവിശ്വാസിയോട് അല്ലാഹു റസൂലിന്റെ കൽപ്പനയുണ്ട്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര വട്ടം, എത്ര പ്രാവശ്യം, ഏത് സമയത്ത് എന്നൊന്നുമില്ല. പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടുള്ള സൂറത്തുൽ മുൽക്കിനെ നിങ്ങൾക്ക് പിന്നെ അങ്ങേയറ്റം ആ സൂറത്തുൽ മുൽക്കിനെ അംഗീകരിച്ചുകൊണ്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വായിച്ചുകൊണ്ടേയിരിക്കുക. എന്താണ് അതിൻ്റെ ഗുണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഈ പരിശുദ്ധ ആയത്ത് സൂറത്ത് 30 ആയത്തുള്ള ഈ സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് നിങ്ങൾക്ക് നാളെ ശുപാർശകനാണ്. എന്താണ് ആ സൂറത്തിന്റെ ശുപാർശ? പടച്ച തമ്പുരാനെ ഗുഫിറലഹു, അവന് നീ പൊറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ പിന്നാലെ ആ സൂറത്തുണ്ടാകും. അത് അല്ലാഹു തആല സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. വലിയൊരു കാര്യമല്ലത്. നമ്മൾ പരലോകത്ത് നട്ടം തിരിയുന്ന അവസരത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും വരികയാണ്. എന്നിട്ട് ആ സൽക്കർമ്മങ്ങൾ മുന്നിൽ നിൽക്കുന്ന സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിനോട് പറയുകയാണ്, പടച്ച തമ്പുരാന് ഇവന് നീ പൊറത്തു കൊടുക്കണമെന്ന്. ഇങ്ങനെ സൂറത്ത് പിന്നെ മുഅബ്ബിദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ്, ഖുൽ ഹുവല്ലാഹു നിത്യവും ഓതേണ്ടതാണ്. 5 പ്രാവശ്യമെങ്കിലും 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങളിൽ സഹോദര സഹോദരി ആയത്തുൽ കുർസിയോടൊപ്പം നമ്മൾ ഉരുവിടേണ്ട, നാളെ പരലോക ഗുണത്തിന് ഖബർ നന്നാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട, പാരായണം ചെയ്യേണ്ട, വായിച്ചുകൊണ്ടേയിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തിലേക്കുള്ള സമ്പാദ്യം, ഖബറിലേക്കുള്ള സമ്പാദ്യം, മരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല സഹോദര. കാരണം അത് ശരീരത്തിൽ കഴിഞ്ഞു കിട്ടണമെങ്കിൽ വളരെയധികം ബേജാറിന്റെ അവസ്ഥകളുണ്ട്, ദുരിതമുണ്ട്, ഇടങ്ങേറുണ്ട് എന്ന് റസൂൽ അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു, സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ മരണത്തിന്റെ വേദനയിൽ നിന്നും മരണത്തിന്റെ പേടിയിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം കേട്ടോ. അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് മുത്തുനബി തങ്ങൾ മരിക്കുന്ന സമയത്ത് ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പടച്ച തമ്പുരാനെ വേദന ചുരുക്കി തരണം, പേടി ചുരുക്കി തരണം,
റഫീഖുൽ അലയിൽ നീ എന്നെ എത്തിച്ചു തരണം എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിട്ടുകൊണ്ട് മരിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. മരണം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യരെ പേടിപ്പെടുത്തുന്നതാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയുള്ളതാണ്. ആ വേദനയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കോ എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ആ പേടിയിൽ നിന്ന് രക്ഷ തേടാൻ ഈ രക്ഷ തേടൽ നമ്മൾ നടത്തുന്നുണ്ടോ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ ആത്മപരിശോധന നടത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് സഹോദര സഹോദരി, അള്ളാന്റെ അഷ്റഫുൽ ഖൽഖ് മുത്ത് നബി തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, സത്യവിശ്വാസികളെ സ്വഹാബത്തിനോട് പറയാം, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹിനോട് തേടിക്കോളിട്ടോ. അള്ളാന്റെ അഷ്റഫുൽ ഖൽഖ് മുത്ത് നബി തങ്ങൾ അള്ളാഹുവിനോട് തേടുകയാണ് ഖബർ ശിക്ഷയിൽ നിന്നും. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുവാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ കൽപ്പനയുണ്ട്. നമ്മൾ തേടാറുണ്ടോ? മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പറയാറുണ്ടോ, പടച്ചോനെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം, ഖബറിന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. ഒരു ഭയാനകമായ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യന് ഖബർ ശിക്ഷ ഉറപ്പായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് പ്രത്യേകമായ ഒരു ആയുധം കൊണ്ട് ആ മനുഷ്യന്റെ ചെവിയുടെ ഭാഗത്ത് അടിക്കുമെന്ന് പറയുന്നുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ 70 അടി താഴെ കണ്ടുപോകും. ഇയാൾ ഉയർന്നു വരികയാണ്. പിന്നെയും ഇത് ഖിയാമത്ത് നാൾ വരെ ആവർത്തിക്കുകയാണ്. പേടിക്കണ്ട. നമ്മൾ ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ആ മനുഷ്യന് എന്നാണോ പുനർജന്മം കിട്ടുന്നത്, എന്നാ പുനർജന്മം കിട്ടുക, അത് ഖിയാമത്ത് നാളിലാണ്. ആ ഖിയാമത്ത് നാളിൽ അത് കിട്ടുന്നത് വരെ ഖബർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ ആരെയും ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഉമ്മ മരിച്ചിട്ടുണ്ടാകും, മാപ്പ മരിച്ചിട്ടുണ്ടാകും, ഭാര്യ മരിച്ചിട്ടുണ്ടാകും, ഭർത്താവ് മരിച്ചിട്ടുണ്ടാകും, കുട്ടികൾ മരിച്ചിട്ടുണ്ടാകും, അയൽവാസികൾ മരിച്ചിട്ടുണ്ടാകും, സ്നേഹജനങ്ങൾ മരിച്ചിട്ടുണ്ടാകും. ഒരു വേള നമ്മൾ ചിന്തിക്കാറുണ്ടോ, എൻ്റെ സ്നേഹിതന്റെ, എൻ്റെ സുഹൃത്തിന്റെ, എൻ്റെ ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ, പിതാവിന്റെ, മാതാവിന്റെ ഖബർ ജീവിതം എങ്ങനെയെന്ന് ചിന്തിക്കാറുണ്ടോ? ഈ ചിന്ത നമുക്കുണ്ടെങ്കിലേ സഹോദര സഹോദരി നമ്മൾ ഖബർ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുപോയി വെക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് എപ്പോഴാണ്? അവർ കുട്ടിക്കും അറിയില്ല എൻ്റെ മരണം എപ്പോഴാണ് എന്ന്. ഇന്നലെ കണ്ടവൻ നാളെ ഖബറിലാണ്. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ 5-6 മണിക്കൂറിന് ഖബറിലെത്തും. ഇത് ഭയങ്കര പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് സഹോദരൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അല്ലാഹു നമ്മോട് പറയുകയാണ്. ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം എന്ന് പറയുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു തആല പറയുന്നു, എന്നെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന്, എന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, പിന്നോട്ട് പോയി കഴിഞ്ഞാൽ, കുടുസായ ജീവിതം അവനെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരലോകത്ത് കുടുസായ ജീവിതം സഹിക്കാൻ കഴിയില്ല സഹോദര. അതുകൊണ്ട് ഏത് വലിയവനും അള്ളാഹിന്റെ ശിക്ഷയിൽ എത്തുന്നതിന് മുമ്പ് പടച്ച തമ്പുരാനെ ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ട ഭൂമിയിലേക്ക്, ഞങ്ങൾ താമസിച്ച സ്ഥലത്തേക്കൊന്നും മടക്കിക്കൊണ്ടാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു റബ്ബേ, അതുകൊണ്ട് ഞങ്ങൾ ശരിയായി ജീവിച്ചുകൊണ്ട് മടങ്ങി വന്നു കൊള്ളാം എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുന്നു, നിങ്ങളെല്ലാവരും തന്നെ പരിഹാസ്യരായിക്കൊണ്ട് ഇളിഭ്യരായിക്കൊണ്ട് എന്റെ ശിക്ഷയിലേക്ക് നടന്നെടുക്കുക. ഇത് യാഥാർത്ഥ്യമാകാൻ അധിക കാലഘട്ടമില്ല എന്ന് മനസ്സിലാക്കണം. ഖിയാമത്ത് നാളിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് മരണത്തിന്റെ അവസ്ഥ നമുക്ക് വരും. നമ്മുടെ ഓരോരുത്തരുടെയും മരണം വരാൻ പോകുന്നുണ്ട്. അതിന്റെ അവസാന ഘട്ടമായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരുന്നുണ്ട്. ഖിയാമത്ത് നാളിലെ പുനർജന്മത്തിലാണ് സഹോദര സഹോദരി നമ്മുടെ സൽക്കർമ്മങ്ങളാണ് അവിടെ തൂക്കി കണക്കാക്കുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. വലിപ്പത്തിനും ഓന്റെ പാണ്ഡിത്യത്തിനോ, ഓന്റെ പ്രസംഗത്തിനോ, ഓന്റെ ധനത്തിനോ, ഓന്റെ രാജ്യത്തുള്ള ഓന്റെ വലിപ്പത്തരത്തിനോ, നേതൃസ്ഥാനത്തിനോ, നേതാവ് എന്നുള്ള വലിപ്പത്തരമോ അല്ല സഹോദര പരിഗണിക്കുന്നത്. അവിടെ ഒരു മനുഷ്യന്റെ കയ്യിൽ അള്ളാന്റെ കൽപ്പനയുണ്ടോ? പടച്ച തമ്പുരാൻ പറഞ്ഞല്ലോ, അള്ളയും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞിടത്ത് ആ കാര്യത്തിൽ സ്വന്തം ഗുണം നോക്കാതെ, സ്വന്തം ഖൈർ നോക്കാതെ, എത്ര പ്രയാസമുള്ളതാണെങ്കിലും കയ്പുള്ളതാണെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ആ തയ്യാറെടുപ്പുള്ള മനുഷ്യൻ മാത്രമേ നാളെ രക്ഷപ്പെടുകയുള്ളൂ. മാത്രവുമല്ല എല്ലാ നിലക്കുള്ള അവന്റെ അവസ്ഥകൾ നാളെ പരലോകത്ത് അല്ലാഹു തആല ഹാജരാക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ഭയപ്പാടിന്റെ അവസ്ഥ. ഏറ്റവും വലിയ സാക്ഷിപത്രം 2 മലക്കുകൾ എഴുതി വെക്കുന്ന ഗ്രന്ഥം തന്നെയാണ്. ഇടത്തും വലത്തും നിന്നുകൊണ്ട്
ഞാനും നിങ്ങളും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എഴുതി റിക്കാർഡാക്കുന്ന മലക്കുകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് സഹോദര സഹോദരി വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് സാക്ഷികളായിക്കൊണ്ട് ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ അടുക്കലുണ്ട്. ഞാൻ ഈ പറയുന്നതിന് എൻ്റെ ഈ വിരിപ്പും എൻ്റെ ഈ മേശയും എൻ്റെ ഈ റൂമിലുള്ള സൗകര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷികളാണ്. അതിന് പുറത്ത് ഈ മലക്കുകൾ എഴുതി വെച്ച സാക്ഷിപത്രം എന്ന പുസ്തകമുണ്ട്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്ന് ഞാനും നിങ്ങളും പറയേണ്ട ഒരു ഗതികേട് നാളെ വരരുത്. ചെറുതും വലുതുമായ ഒന്നും തന്നെ രേഖപ്പെടുത്താതെ നാഥാ നീ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് പുസ്തകം വായിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നാളെ പറയരുത്. ഞാനും നിങ്ങളും നാളെ വിരലി കടിക്കരുത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും അവന്റെ കിതാബുകളെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ച് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ വായിക്കുക തന്നെ ചെയ്യും. ചില ആളുകൾക്ക് അത് ഇടത്തെ കയ്യിൽ കൊടുക്കും, ചില ആളുകൾക്ക് വലത്തെ കയ്യിൽ കൊടുക്കും. ഇടത്തെ കയ്യിൽ ഈ സാക്ഷിപത്രം കിട്ടുന്ന ആളുകളുണ്ടോ, അവർക്ക് ഭയാനകമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. അത് അവനും അറിയാം. ഇടത്തെ കയ്യിൽ കിട്ടുമ്പോ ആ മനുഷ്യന് അതറിയാം, എന്റെ കാര്യം പരാജയമാണ്. അത് വാങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പം പിന്നിൽ കൂടെ അത് വാങ്ങിപ്പിക്കുന്ന അവസ്ഥ പരലോകത്തുണ്ട്. വലത്തെ കയ്യിൽ കിട്ടിയാൽ സൗഹൃദമാണ്. ആ വലത്തെ കയ്യിൽ അത് കിട്ടണമെങ്കിൽ ഞാൻ മുസ്ലിമാണ് എന്നുള്ള ബോധം വേണം. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ഞാൻ വിധേയനായി ജീവിക്കുന്നുണ്ട് എന്നുള്ള താല്പര്യം വേണം. അതിന് പരിശുദ്ധ ഖുർആൻ പഠിച്ചെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ച് ആരെങ്കിലും അവഗണിച്ചാൽ ആ മനുഷ്യന് കുടുസായ അടങ്ങേറിന്റെ ജീവിതമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. മാത്രവുമല്ല പരലോകത്ത് അല്ലാഹു തആല മനുഷ്യനെ, അള്ളാഹനെ മറന്ന മനുഷ്യന്മാരെ നാളെ കുരുടന്മാരായി കണ്ണു കാണാത്ത അവസ്ഥയിൽ നാളെ അവിടെ ജീവിപ്പിക്കുന്നത്, ആ രൂപത്തിൽ പുനർജന്മം കൊടുക്കുന്നത് അങ്ങനെയാണ്. ഈ മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കും, പടച്ചോനെ എനിക്ക് കണ്ണുണ്ടാവക്കത് കുന്തു ബസീറ, പടച്ചോനെ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, എന്റെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ, എന്താണ് സംഭവിച്ചത്? അല്ലാഹു തആല പറയുന്ന ഒരു മറുപടിയുണ്ട്. ഖാല കദാലിക തതുക ആയാതുനാ ഫനസീതഹാ ഖാല കദാലികൽ യൗമ തുൻസാ. നിനക്ക് കണ്ണുണ്ടായിരുന്നു. ഖാല കദാലിക തതുക ആയാതുനാ, നിന്റെ അടുക്കൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു. ആ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നീ മനഃപൂർവ്വം എന്ത് ചെയ്തു? നീ വിട്ടുകളഞ്ഞില്ലേ? നീ ധിക്കരിച്ചില്ലേ? ഖാല കദാലിക തതുക ആയാതുനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നീ എന്ത് ചെയ്തു? ഫനസീതഹാ, നീ അത് മറന്നില്ലേ? നീ അത് അവഗണിച്ചില്ലേ? ചിന്തയുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഖാല കദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്നെ ഞാൻ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ അല്ലാഹു തആല നാളെ അവഗണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരി മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കാനാണ് അല്ലാഹു തആല ഈ സൗകര്യം നമുക്ക് ചെയ്തു തന്നത്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് സുഭിക്ഷമായി തിന്നാനും സുഖമായി ജീവിക്കാനും അല്ലാതെ തന്നത്. എനിക്കൊരു വീടുണ്ട്. ആ വീട്ടിലേക്ക് ഞാൻ കയറുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വേണം, അള്ളാഹിന്റെ കൽപ്പനകൾ അംഗീകരിക്കുവാനുള്ള മനസ്സ് വേണം. ഇത് അള്ളാഹിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ ബർക്കത്താണ്, റഹ്മത്താണ്. അള്ളാഹിന്റെ ബർക്കത്തുകൾക്കും റഹ്മത്തുകൾക്കും നിഅമത്തുകൾക്കും ഞാൻ അള്ളാഹിനോട് നന്ദി കാണിക്കണം എന്നുള്ള ബോധ്യം വേണം. എന്തിനാണ് എനിക്ക് ഭാര്യയെയും കുട്ടികളെയും അല്ലാഹു തആല നൽകിയതെന്നറിയുമോ? അത് വെറും സന്തോഷത്തിന് വേണ്ടിയല്ല. വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടുകാരെ അഭിസംബോധന ചെയ്യുമ്പോ ഒരു സാന്ത്വനത്തിന്റെ, സന്തോഷത്തിന്റെ വാക്കുകൾ നമുക്കുണ്ടാവാൻ വേണ്ടി തന്നെയാണ് സഹോദരി. അതുകൊണ്ട് ഏത് സമയത്തും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എനിക്ക് മരണമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വേണം. മരിച്ചാൽ മരിക്കുന്ന സമയത്ത് തൃപ്തിയോടുകൂടി അള്ളാഹിന്റെ തൃപ്തി കിട്ടിക്കൊണ്ട് മരിക്കുന്ന ഒരു രംഗം നമുക്ക് വേണം. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കണം. അവിടെ മറ്റ് വിവേചനങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റ് കസേരകൾക്ക് വേണ്ടിയിട്ടല്ല, പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. സ്ഥാനമാനങ്ങളുണ്ടോ, അത് നേതൃത്വമുണ്ടോ, നേതാവിന്റെ അവസ്ഥയുണ്ടോ, അത് അള്ളാഹിന്റെ അടുക്കൽ നാളെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തും കൂടി ഞാൻ പറയാം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം
വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്തു യാസീൻ പാരായണം ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല. ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? മനുഷ്യ, നീ ഒന്ന് ചിന്തിച്ചോ, നിന്റെ നാവിനെ, നിന്റെ തൊള്ളക്ക് അല്ലാഹു തആല സീൽ വെക്കുന്ന ഒരു സമയമുണ്ട്. ഇത് വലിയ ഗൗരവമല്ലേ? നമ്മൾ സംസാരിക്കുന്ന ഈ രംഗത്തിന് അല്ലാഹു സംസാരത്തിന്റെ ശക്തി ഇല്ലാതാക്കും. ഈ ചുണ്ടുകൾക്കിടയിൽ അല്ലാഹു തആല എന്ത് ചെയ്യും? സീൽ വെക്കും. പിന്നെ നാവ് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് എന്താ അറിയോ? വതുകല്ലിമുനാ ഐദീഹിം, നിങ്ങളുടെ കൈകൾ നമ്മളോട് സംസാരിക്കും കേട്ടോ. ഈ കൈകൾ അള്ളാഹിനോട് സംസാരിക്കും. എന്താണ് അള്ളാഹിനോട് കൈകൾക്ക് സംസാരിക്കാനുള്ളത്? ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്തു വെച്ചത്, നമ്മൾ പ്രവർത്തിച്ചു വെച്ച മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഈ കൈ വിളിച്ചു പറയും. വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അതുപോലെ തന്നെ കാലുകൾ അള്ളാഹിനോട് സാക്ഷി പറയും, പടച്ചോനെ, ഇന്നാലിന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നടന്നു പോയിട്ടുണ്ട്, അത് എന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് ഈ മനുഷ്യന്റെ ശരീരത്തിൽ നമ്മൾ എണ്ണ തേച്ച് മിനുക്കി സോപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടു നടന്ന ഈ കാല് അള്ളാഹിനോട് പറയും, റബ്ബേ, എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നാലിന്ന നിന്നെ ധിക്കരിക്കാൻ, നിനക്കതിൽ പ്രവർത്തിക്കാൻ ഈ മനുഷ്യൻ നടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ സഹോദരി നമുക്ക് വരാൻ പാടില്ല. സ്വഹാബത്ത് ചോദിച്ചല്ലോ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ചില ആളുകളോട്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നമ്മുടെ തോലുകളും അല്ലാഹുവോട് സാക്ഷി പറയും. ആ സമയത്ത് ഈ മനുഷ്യൻ തോലുകളോട് ചോദിക്കും, അല്ലയോ തോലുകളെ, നിങ്ങൾ എനിക്കെതിരിൽ എന്തിനാണ് സാക്ഷി പറയുന്നത്? തോലുകളുടെ മറുപടി നോക്ക് നിങ്ങൾ. എന്തറിയാം? ആ തോലുകൾ മറുപടി പറയാണ്, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച തമ്പുരാൻ, എല്ലാ വസ്തുക്കളെയും പരിപാലിച്ച തമ്പുരാൻ ഞങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. സംസാരിക്കൂ, അല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തന്നെ നമുക്ക് നാളെ എതിരാകും എന്നുള്ള ബോധം വേണം. ആ എതിരായി കഴിഞ്ഞാൽ രക്ഷയില്ല സഹോദര. രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക്, ആഴങ്ങളിലേക്ക്, നരകക്കുണ്ടിലേക്ക്, നരകത്തിന്റെ ആഴങ്ങളിലേക്ക്, തീയിലേക്ക് വലിച്ചടക്കപ്പെടും. ഇതുകൊണ്ടാണല്ലോ പലപ്പോഴും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അലം യഅതികുൻ നദീറും മുബീൻ, വ്യക്തമായ വടികേടിന്റെ ആളുകൾ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ഈ നരകത്തിലേക്ക് എറിയപ്പെടുന്ന, ഉന്തുന്ന, വലിച്ചെറിയുന്ന മനുഷ്യരോട് ചോദിക്കുന്നു, അലം യഅതികുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആളുകൾ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഈ മനുഷ്യൻ പറയുന്നു, വന്നിട്ടില്ല എന്നല്ല പറയുന്നത്. ഖാലു ബലാ വറബ്ബിനാ, അതേ ശരിയാണ്, അവർ വന്നിരുന്നു. അതൊക്കെ ഞങ്ങൾ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറയുന്നു. സഹോദരി, നമ്മൾ എന്ത് ചെയ്യണം? പടച്ച തമ്പുരാന്റെ കോടതി നമുക്ക് രക്ഷപ്പെടണം. ഈ ഒരു കൊറോണ വന്നപ്പോൾ, രോഗം വന്നപ്പോൾ പേടിച്ച് മനുഷ്യൻ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എന്താണ് പേടി? അള്ളാഹിന്റെ വിധി അനുസരിച്ച് വരുന്നതൊക്കെ വരട്ടെ, പക്ഷേ അത് അള്ളാഹിന്റെ വിധിയിൽപ്പെട്ടതാണ്. നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമുക്ക് മുസ്ലിമായി അള്ളാഹിന്റെ കൽപ്പന അംഗീകരിച്ച് അള്ളാഹിന്റെ വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ. കരുതേണ്ടത് കരുതിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ പോരെ. ആ നിലക്ക് പടച്ച തമ്പുരാനെ ഭയപ്പെടുവാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ലറമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലൻ യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിൽ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ സത്യവിശ്വാസി ആരായിരിക്കണം? വല്ല തെറ്റുകുറ്റങ്ങളും അവന്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ലറമൂ അൻഫുസഹും, ഒരു തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ നല്ല സ്വഭാവം തരങ്ങളും ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. പല സമയങ്ങളിലും പടച്ച തമ്പുരാനുള്ള ചിന്തയും ദിക്ർ ചൊല്ലൽ മാത്രമല്ല, എല്ലാ നിലക്കും പടച്ചവൻ എന്നുള്ള ദിക്റോട് കൂടിയിട്ട് പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ടാവണം. അതിന് പുറത്തായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ച് ബോധ്യം വരുന്ന, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ഒരു ദിവസത്തിൽ ഉറക്കത്തിലല്ലാത്തപ്പോഴൊക്കെ ദിക്റുണ്ട്. എന്തിനേറെ പറയുന്നു, ബാത്റൂമിൽ കയറിയാൽ വരെ ദിക്റുള്ളവനാണ് സത്യവിശ്വാസി. എന്തിനാണത്? അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രമില്ല, ഉറക്കത്തിൽ സ്വപ്നം കണ്ടാൽ ദിക്റുണ്ട്. നോക്കൂ നിങ്ങൾ,
ഒരു മനുഷ്യൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു, അവിടെയും അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുവാൻ, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുവാൻ. എന്നിട്ട് എന്തിനാണ് ആ ചിന്ത? എന്റെ നാളത്തെ എന്റെ ജീവിതം നന്നാക്കി തീർക്കുവാൻ. അപ്പൊ നോക്ക് നിങ്ങൾ, തകരാറുകൾ സംഭവിക്കുന്നവനാണ് മനുഷ്യൻ. ആ തകരാറുകൾ അള്ളാഹു തആല അംഗീകരിക്കും. അള്ളാഹോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് അംഗീകരിക്കും. അത് അംഗീകരിക്കാൻ അവന്റെ ഒരു മനസ്സെന്താണ്? അപകടങ്ങൾ വന്നാൽ, ഉപദ്രവങ്ങൾ വന്നാൽ, ഇടങ്ങേറ് വന്നാൽ, അവന്റെ ശരീരത്തിൽ അവന് സ്വന്തം ശരീരത്തോടോ അല്ലെങ്കിൽ വേറെ തെറ്റുകുറ്റങ്ങൾ വന്നാൽ ദക്കറുല്ലാഹ്, അവൻ അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. പറ്റിപ്പോയല്ലോ എന്ന ചിന്തയുണ്ടാകും. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുന്നു, പാപം പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്? നമ്മളത്രയും കൂടി വൈരാഗ്യം അല്ലാഹ്ക്കില്ല. എത്ര പാപം ചെയ്താലും, പാപത്തിന്റെ ഇരുട്ടറകളിൽ ജീവിച്ചാലും ആ മനുഷ്യന് ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു തആല പാപം പുറത്തു കൊടുക്കുകയാണ്. ആ പാപം പൊറുക്കാൻ ഒരു മാനദണ്ഡം, ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ മറ്റാരുണ്ട്? നമുക്ക് അങ്ങനെയുള്ള ആശ്വാസത്തിന്റെ തമ്പുരാനാണുള്ളത്, റബ്ബാണുള്ളത്. ആ റബ്ബിനോട് ചോദിച്ചാൽ അതിന് പരിഹാരമുണ്ട്. നമ്മുടെ ചോദ്യം കേൾക്കാൻ അള്ളാഹു തആല കാത്തു നിൽക്കുന്നു. അള്ളാഹു തആല സത്യവിശ്വാസിന്റെ ഏറ്റവും അടുത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ചോദിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഒന്നുണ്ട്, വലൻ യുസിറു അലാ മാ ഫഅലു, ചെയ്ത തെറ്റിൽ പിന്നെ ഉറച്ചു നിൽക്കാൻ പാടില്ല. വഹും യഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, ആ ആളുകൾക്ക് അള്ളാഹിന്റെ മഗ്ഫിറത്തുണ്ട്, അള്ളാഹുവിന്റെ ജന്നത്തുണ്ട്, അള്ളാഹിന്റെ സ്വർഗമുണ്ട് എന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ കൊണ്ട് നമ്മളെ അള്ളാഹു തആല ആശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏതു സന്ദർഭത്തിലും ഈ പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, കൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യുവാനുള്ള ഓർമ്മകൾ നമുക്ക് ഉണ്ടാവുക തന്നെ വേണം. ദിക്ർ ചെല്ലാൻ നോക്ക്, നിങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. മറന്നു പോകല്ലേ സഹോദര, ദിക്ർ മറന്നു പോകാതിരിക്കാനും പ്രാർത്ഥനയുണ്ട്, ഒരു ദിക്ർ തന്നെയാണ്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? ഇതാ മനുഷ്യന് മറതിയുണ്ടാകും. ആ സമയത്ത് നമ്മൾ അല്ലാഹു ആണെങ്കിലും അല്ലെങ്കിൽ മറതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പടച്ച റബ്ബിനോട് നമ്മൾ പറയണം. എന്ത് പറയണം? റബ്ബുൽ ആലമീനായ നാഥാം, ഇത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഇന്നി, ഏറ്റവും നല്ലൊരു വിളിയാണ്. അല്ലാഹുമ്മ, പടച്ചനാഥ, ഞങ്ങളുടെ നാഥ, റബ്ബി, എന്റെ നാഥ, റബ്ബന, ഞങ്ങളുടെ നാഥ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണം കേട്ടോ. അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞ ഒരു 2 റക്അത്ത് ളുഹ നിസ്കരിക്കാൻ ഓർമ്മ ഉണ്ടായി കിട്ടേണ്ട സഹോദര. 2 റക്അത്ത് ളുഹ നിസ്കരിച്ചാലുള്ള ഗുണം എന്താണ്? പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത്രയും നല്ല നിസ്കാരമില്ല. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ഓർമ്മയിൽ ഉണ്ടാവണം. ആ ഓർമ്മയ്ക്ക് വേണ്ടി അള്ളാഹിനോട് കരുണ യാചിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ഹുസ്നി ഇബാദതിക, നല്ല ഇബാദത്തുകൾ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. നല്ല ഇബാദത്തുകളാണ് അള്ളാഹ്ക്ക് ആവശ്യം. മനസ്സിൽ തട്ടിയ ഇബാദത്തുകളാണ്, ആരാധനയാണ് അള്ളാഹ്ക്ക് ആവശ്യം. ഇഖ്ലാസുള്ള ആരാധനയാണ് അള്ളാഹ്ക്ക് ആവശ്യം. അത് കിട്ടാൻ വേണ്ടി അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ നീ ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റഹ്മത്തുകൾ നൽകിയിട്ടുണ്ട്, അതിന് നന്ദി ചെയ്യാൻ നീ എന്നെ ഓർമ്മയാക്കി തരണം, നല്ല ഇബാദത്തുകൾ ചെയ്യാൻ നീ എന്നെ ഓർമ്മയാക്കി തരണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് പടച്ചതമ്പുരാന്റെ എല്ലാ റഹ്മത്ത് ബർക്കത്തുകൾ ലഭിക്കാൻ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഉള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനോട് പറയുക തന്നെ വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖബറിലേക്കുള്ള ബദലായിട്ട് ഇതാ മരിക്കുന്ന സമയത്ത് നോക്ക്, നിങ്ങൾ ഇടങ്ങേറിന്റെ വാർത്ത അറിയിച്ചുകൊണ്ട് മരിപ്പിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നല്ലതിന്റെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദുൻ. ഇത് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമല്ലേ? നല്ല മനുഷ്യൻ മരിക്കുന്ന സമയത്ത്, വെപ്രാളത്തിന്റെ സമയത്ത് കുടുംബത്തെ നോക്കുകയല്ല. നമ്മൾ പറയും ബാപ്പ അമ്മാനെ നോക്കുകയാണ്, കുട്ടികളെ നോക്കുകയെന്ന് പറയും. ഇല്ല, വേദന കൊണ്ട് പൊളയുന്ന സന്ദർഭത്തിൽ പേടിയുടെ ബേജാറ് കൊണ്ട് കണ്ണു നിർത്തുകയാണ്. ആ കണ്ണു നിർത്തിയിട്ട് ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂട്ടാൻ പാടുപെടേണ്ടവൻ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാക്കായി കഴിഞ്ഞാൽ അത് അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്.
മരിക്കുന്ന സമയത്തും ജീവിക്കുന്ന സന്ദർഭങ്ങൾ മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും അവന്റെ ശരിക്കുള്ള ഊർജം എന്നുള്ളത് ഇസ്ലാമിന്റെ ദീനിന്റെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വ്യക്തമായ ഊർജം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ആ ആളുകൾക്ക് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യങ്ങളും അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ സ്വഭാവമൊക്കെ ഒരുപാട് കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൽ തവക്കുൽ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് കൊറോണയല്ല അതിന് അപ്പുറത്തുള്ളത് വരട്ടെ, എന്തെല്ലാം നാശങ്ങളും ഇറങ്ങുന്ന ദുരിതങ്ങൾ വരട്ടെ, ഒരു സത്യവിശ്വാസിക്കുള്ള അത്താണി, ഒരു സത്യവിശ്വാസിക്കുള്ള താങ്ങി നിർത്തുവാനുള്ള വഴി അത് അള്ളാഹുവാണ്. അതുകൊണ്ട് തവക്കൽ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് മടങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു അതിനെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവിധ ഷർറ്, തിന്മകളിൽ നിന്ന്, അപകടങ്ങൾ, ഉപദ്രവങ്ങൾ, മാറാവ്യാധി, ദുർമരണം, അപകട മരണം, പെട്ടെന്നുള്ള മരണം, മുസീബത്ത്, നാശങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ സദാസമയം കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന ഈ രോഗത്തിൽ നമ്മളെ അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങൾ കാണാനോ കേൾക്കാനോ അറിയാനോ സംഭവിക്കാനുള്ള വിധി നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ വരാതിരിക്കാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. എടങ്ങേറിന്റെ രോഗിയായി കിടക്കുന്നതിൽ നിന്ന്, അത്തുമ്പത്തും അറിയാത്ത ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നതിൽ നിന്നും, കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതും അറിയാതെ ബെഡിൽ കിടന്ന രോഗിയാവുന്നതിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്ര വയസ്സുവരെ നമ്മൾ ജീവിച്ചാലും ആ സമയത്തൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കാനുള്ള മനസ്സും തൗഫീക്കും ആവതും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സലാമത്തു രക്ഷയുമാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ ഏത് സമയം വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും ആക്കി തീർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അള്ളാഹു തആല തന്ന നിഅമത്തുകൾ അധികരിച്ചു കിട്ടാനും അത് ബർക്കത്താവാനും അത് അവസാനം സ്വർഗമായി മാറാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തന്ന നിഅമത്തുകൾ നമ്മൾ നശിക്കാതിരിക്കാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا توفنا مسلما وألقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أحينا على الكتاب والسنة، اللهم أحينا على الكتاب والسنة، اللهم أحينا على الكتاب والسنة. اللهم أمتنا مع الإيمان والتوبة، اللهم أمتنا مع الإيمان والتوبة، اللهم أمتنا مع الإيمان والتوبة. اللهم اهدنا صراطك المستقيم، اللهم اهدنا صراطك المستقيم، اللهم اهدنا صراطك المستقيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك